ഹായ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ കാണുന്നത് നമ്മുടെ കാക്കനാട് സെൻറ്റ് മൈക്കിൾസ് ചർച്ചിൻ്റെ കോമ്പൗണ്ടാണ്. പിന്നെ ഇത് ജിയോജിത്തിൻ്റെ ബിൽഡിംഗ് ആണ്, കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എനിക്ക് രാവിലെ തൊട്ട് കുറേ കോഡുകളും മെസ്സേജും വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സെൻറ്റ് മൈക്കിൾസ് ചർച്ചിൻ്റെ കോമ്പൗണ്ടിൻ്റെ വാള് അത് ഇടിഞ്ഞു പോയതാണ്. ഈ റോഡൊക്കെ ഇടിഞ്ഞു പോയതാണ്. ശേഷം ഇപ്പോൾ കെട്ടിയേക്കണത് ഇങ്ങോട്ട് കുറച്ച് കയറ്റി കെട്ടിയിട്ടുണ്ട് ഇവർ. മതിൽ നേരത്തെ ഇരുന്ന ഇച്ചിരി കൂടി ഇറങ്ങിയാണ് കയറ്റി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആൾക്കാർ എന്നോട് ചോദിക്കുന്നത്, എടാ നീ ആ പോസ്റ്റ് ചെയ്തിട്ടും അവിടെ തന്നെയാണല്ലോ ഈ വർക്ക് നടക്കണതെന്നും പറഞ്ഞാണ്. അപ്പോൾ എന്തുണ്ടായെന്നുള്ള സംശയം കൊണ്ടാണ് ഈ രാവിലെ തൊട്ട് പലരും എന്നെ വിളിച്ചത്. അപ്പോൾ അതായത് ഇവിടെ ഓൾറെഡി മതിൽ ഇറങ്ങി എന്ന് വെച്ചത് കയറ്റി കെട്ടി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെയുള്ള ഈ അട്ടിപ്പേറ്റി നാറിലുള്ള ആൾക്കാരെല്ലാം കൂടി കൂടിയ ഒരു വീഡിയോ ആണ് നമ്മൾ ഇട്ടത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അവിടെ കണ്ട അവിടെ ഇത്തിരി വീതി കുറവാണ് ആ വഴിക്ക്. അപ്പോൾ ഇപ്പോൾ കോംപ്രമൈസ് ആയേക്കണം എങ്ങനെയാണെന്ന് അറിയാമോ? ഇവിടെ ഇപ്പോൾ അവർ കയ്യേറിയ സ്ഥലമില്ലേ, അത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പുറത്ത് വീതി കുറവുള്ളിടത്ത് ഇത്തിരി കൂടി വീതി കയറ്റി കൊടുക്കാമെന്ന്, അത് എല്ലായിടത്തും ഈക്വലായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കോംപ്രമൈസ് ആയെന്ന് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയണം കേട്ടോ. അതായത് എനിക്ക് ചിരിയാ വന്നത് എന്താണെന്ന് വെച്ചാൽ, കയ്യേറ്റം എപ്പോഴും കയ്യേറ്റം തന്നെ, മനസ്സിലായി? അപ്പുറത്ത് വീതി കുറവുള്ളടത്ത് കുറച്ചും കൂടി കയറ്റി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് നന്മ തന്നെ, അല്ലെങ്കിൽ നല്ല കാര്യം, നമ്മളിത് സല്യൂട്ട് അടിക്കാൻ കാര്യത്തിൽ. പക്ഷേ അത് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ആദ്യം ചെയ്യേണ്ടത്, അത് ഈ പള്ളിക്കാരോട് ഞാൻ പറഞ്ഞതാണ്, അത് എൻ്റെ കൂടി ഇടവകയാണ്, പക്ഷേ ഞാൻ പറഞ്ഞതാണ്, ഈ കയ്യേറ്റം ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ വീടിൻ്റെ കോമ്പൗണ്ട് കയ്യേറ്റി അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ഇറക്കുക. എന്നിട്ട് അപ്പുറത്ത് വീതി കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള അട്ടിപ്പേറ്റി നാറിലുള്ള എല്ലാ ജനങ്ങൾക്കും ഗുണം ചെയ്യും. അത് നല്ല കാര്യമാണ്. പക്ഷേ ഇത് എന്താ പറയുക, കയ്യേറ്റം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, അപ്പുറത്ത് വീതി കയറ്റി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടി സമ്മതിച്ചെന്ന് പറയണേ. കൗൺസിലറോട് അടക്കം ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇതുകൊണ്ട് നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്നാണ്. കാരണം കയ്യേറ്റം അവിടെ തന്നെ ഉണ്ടല്ലോ. വേറൊരാൾ ഇന്നിപ്പോൾ രാവിലെ എന്നെ വിളിച്ചിട്ട് അദ്ദേഹം ഇതൊക്കെ കേട്ട് ചിരിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞേ, ഇത് പണ്ടാരണ്ടും പറഞ്ഞാൽ 1000 രൂപ മോഷ്ടിച്ചവനെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഈ 1000 നിന്ന് ഒരു 100 രൂപ എടുത്ത് ഔദാര്യം കൊടുത്ത്, അപ്പോഴേക്കും ആ തെറ്റല്ലാണ്ടായി, അല്ലെങ്കിൽ ആ മോഷണം അല്ലാണ്ടായി. അതെങ്ങനെയുണ്ട്? ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം ഞാൻ മനസ്സിലാക്കി തരാം കാര്യങ്ങൾ എന്താണെന്ന്. ഇവിടെയാണ് ഒന്നും കൂടി ഞാൻ വിഷ്വൽ കാണിക്കുന്നതാണ്. ഇവിടെയാണ് മതിൽ ഇറങ്ങിയിരുന്നേച്ച് കൊടുത്ത് ഇപ്പോൾ കയറ്റി കെട്ടിയേക്കണം. ഇവിടെയാണ് കയ്യേറ്റം നടന്നതാണ്. ഈ കയ്യേറ്റം ഇങ്ങനെ തന്നെ മതിൽ കെട്ടും. പക്ഷേ ആ അറ്റം കണ്ട അവിടെ ഇത്തിരി വീതി കുറവാണ് വഴിക്ക്. അവിടെ ഇത്തിരി വീതി കൊടുക്കാമെന്നും പറഞ്ഞ് പള്ളിക്കാർ പറഞ്ഞെന്ന്, വീതി കുറച്ചുകൂടി കൊടുക്കണം. അത് നല്ല കാര്യം, അതെപ്പോഴും നല്ല കാര്യം തന്നെ, അത് നമ്മൾ നല്ലതെന്ന് പറയും. പക്ഷേ ഈ കയ്യേറ്റമായിട്ട് തന്നെ ഇരിക്കും. അതെന്ത് പരിപാടിയാണെന്ന് നമുക്ക് മനസ്സിലാവാത്തത്. എനിക്കിത് കേട്ടപ്പോൾ ചിരി വന്നു. ഞാനപ്പോൾ കൗൺസിലറോടും ഇവിടെയുള്ള നാട്ടുകാരോടും കുറച്ച് പേരോട് ചോദിച്ചതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുകൊണ്ട് എന്ത് മെസ്സേജാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്? കാരണം അന്യായമായിട്ട് തന്നെ ഇരിക്കുന്നു. അല്ലെങ്കിൽ നേരെ മറിച്ച് ഞങ്ങൾ അവിടെ വീതി കൂട്ടിത്തരാം, ഇവിടെ ഞങ്ങൾ ഇത്തിരി കയറ്റിയെടുക്കണം എന്നൊക്കെ അഡ്വാൻസ് പറഞ്ഞു. അപ്പോഴും തെറ്റാണ്, ഞാൻ പറയുന്നതാണ്. അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടാണ് ഈ രസമുണ്ട്. ഇത് ആരോടും മിണ്ടാണ്ട് കെട്ടിയും ചെയ്തു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ. അതങ്ങനെ തന്നെ വെച്ചിട്ട് അപ്പുറത്ത് വീതി കൂട്ടി കൊടുക്കാമെന്ന്. എന്നാ പരിപാടി? ആ ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. 1000 രൂപ മോഷ്ടിച്ചവനെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ നിന്ന് 100 രൂപ ഔദാര്യം കൊടുത്തിട്ട് എന്താ പറയുക, ആ കള്ളത്തരല്ലാണ്ടാക്കി, അല്ലെങ്കിൽ ആ തെറ്റല്ലാണ്ട് ശരിയാക്കാനുള്ള പരിപാടി. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ പലരും പറയേണ്ടത് കെട്ടിക്കോട്ടെ, അത് കഴിയുമ്പോൾ നമുക്ക് കാണാമെന്നുള്ള രീതിയിലും പലരും സംസാരിക്കുന്നുണ്ട്. പിന്നെ ഈ ഏരിയയിലുള്ളവരെല്ലാവരും കൂടി കുറച്ച് പേര് മീറ്റിംഗ് കൂടിയിട്ട്, എല്ലാവരും ഒന്നല്ല, കുറച്ച് പേര് മീറ്റിംഗ് കൂടിയിട്ടാണ് അത് തീരുമാനം എടുത്തേക്കണം. എന്തായാലും അവർക്ക് വേറെ കുഴപ്പമില്ലെങ്കിൽ അങ്ങനെയാണ് പോയിക്കോട്ടെ. പക്ഷേ ആർക്കെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ കണ്ടറിയാമല്ലോ. ഇത് കേട്ടിട്ട് എന്തായാലും ആ രീതിയിലാണ് നിൽക്കുന്നത് ചിലവർ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇത് രാവിലെ തൊട്ട് എനിക്ക് കോൾ വന്നുകൊണ്ടിരിക്കണേ, ഈ കയ്യേറ്റം ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കണേയുള്ളതെന്നും പറയാം. അപ്പോൾ അത് ഞാൻ അന്വേഷിച്ചിട്ട് കൗൺസിലറായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണം. എന്തായാലും ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു തെറ്റായ മെസ്സേജാണത്. അത് ഞാൻ അങ്ങനെ പറയുള്ളൂ, എൻ്റെ ഒരു രീതി വെച്ചിട്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം കുറേ പേര് രാത്രിയൊക്കെ വിളിക്കേണ്ടായിട്ട് നിർത്താണ്ട് വിളിച്ചുകൊണ്ടിരിക്കണായിരുന്നു, ഡിലീറ്റ് ചെയ്യണമെന്ന് പറയും. ഞാൻ പറഞ്ഞൊരു പണി, ഇപ്പോഴത്തെ കൗൺസിലർ വന്ന് സംസാരിക്കട്ടെ, എന്താ ഉണ്ടായത് ഇവിടെ, ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്, എല്ലാം പറഞ്ഞു കേട്ട് ഡിലീറ്റ് ചെയ്യാം. കാരണം ഞാൻ ആരെയും പേരോ എടുത്ത് പറയുമോ അല്ലെങ്കിൽ ഒരാളെ കള്ളത്തരോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഉണ്ടായ കാര്യങ്ങളാണ് നിങ്ങളെ ബോധിപ്പിച്ചിട്ടുള്ളൂ. എന്തായാലും സന്തോഷം. നമ്മുടെ വീഡിയോ പിന്നെ പള്ളിയിൽ നിന്നാണെങ്കിലും വേണ്ടപ്പെട്ടവരൊക്കെ അവരെന്തിനാ വീഡിയോ ഇട്ടതെന്നൊക്കെ ചോദിച്ചെന്നൊക്കെ പറയും. നല്ല കാര്യം. അല്ല, ഞാൻ ആരുടെയും പേര് പറയുമൊന്നുമില്ല. നിങ്ങൾ കാണിച്ച ഒരു മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ചു, അത് ഇനിയും ഉണ്ടാകും. അതിൽ നമ്മൾ മാറി നിൽക്കുന്നില്ല. അത് ഇനിയും അങ്ങനെ തന്നെ തുടരുള്ളൂ, അതിലും മാറ്റമൊന്നുമില്ല. എന്തായാലും ഇത് ഇഷ്ടപ്പെട്ട് കയ്യേറ്റം തന്നെ. അപ്പുറത്ത് ഇത് ആരൊക്കെ ചേർന്ന കോംപ്രമൈസ് ചെയ്തത്, ഭാവിയിൽ ഇതെന്താവും നമുക്ക് കാണാം. എന്തായാലും കണ്ടറിയാം. പിന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞവരോടൊക്കെ സമ്മതിച്ച് എന്നെ വിളിച്ചവരോട്, കാരണം ഞാൻ ആരോടൊന്നും നുണയൊന്നും പറഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു കയ്യേറ്റം മാത്രമല്ല എന്ന് പറഞ്ഞത്, ഈ റോട്ടിൽ ഇട്ടച്ച ടൈലുകളൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ അടുക്കി വെച്ചാണ്. ഇവിടെ ഇഷ്ടംപോലെ കല്ലുകൾ അടുക്കി വെച്ചാൽ ഇതൊക്കെ കാണുന്നില്ല. അതുപോലെ ഹൈമാസ്റ്റ് ലൈറ്റ് ഒരെണ്ണം കാണുന്നില്ല. ഇതിങ്ങനെ കുറേ കാര്യം പറഞ്ഞായിരുന്നു. പലർക്കും അത് കൊണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാനുള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ അതിനായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ നടക്കണമുണ്ട് താനും. ഞാൻ നുണയൊന്നും പറഞ്ഞിട്ടില്ല. നുണയെങ്കിലും ഓക്കെ, നിങ്ങൾക്ക് എന്താ ആവശ്യം ചെയ്യാനുള്ളതനുസരിച്ച് ഞാൻ സത്യസന്ധമായ കാര്യം പറഞ്ഞിട്ടുള്ള ഇനിയും പറയും. അപ്പോൾ എന്തായാലും ഇത് കാത്തിരുന്ന് കാണാം. കയ്യേറ്റം തന്നെ ഇവിടെ ഉണ്ട്. ബാക്കി അപ്പുറത്ത് വീതി കൂട്ടി അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇത് മാറ്റി അത് തിരിച്ചു വെച്ചിട്ട് അവർ ആ വീതി കൂട്ടി കൊടുത്തു വെച്ചെങ്കിൽ ഒരു സല്യൂട്ട് അടിച്ചാനേ.
ആ ഓപ്പോസിറ്റ് നിൽക്കണ ഒരു കള്ളനാണെങ്കിൽ പോലും. കാരണം എന്താ വെച്ചാൽ അതിനൊരു നന്മയുണ്ട്, ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ നന്മയുണ്ട്. ഇതെന്താണ് കയ്യേറ്റം മറക്കാൻ വേണ്ടി അപ്പുറത്ത് വീതി കൂട്ടി കൊടുത്ത്. എന്നാലും നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഭാവിയിൽ എന്താവും നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, ബൈ. അതുപോലെ തൊട്ട് മുന്നത്തെ ഇട്ടേക്കണ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ 2 വീഡിയോ മുന്നേ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ.